ஆக்சுவலி இப்போ தமிழ்நாட்டில் வந்து மதகஜராஜான்னு சொல்லி ஒரு படம், அது மதகஜராஜான்னு சொல்லி ஒரு படம், விஷால் நடிக்கிற படம். அது 12 இயர்ஸ் முன்பு ஷூட் பண்ணி முடிச்சு அந்த காலத்தில் அந்த கொமர்ஷியல் டெம்ப்ளேட்டோட அவுட் அண்ட் அவுட் சந்தானம் காமெடியோட முடிச்ச ஒரு படம். இப்போ வந்து அது ரொம்ப பூம் ஆயிட்டு வருது தமிழ்நாட்டில், பெரிய அளவுக்கு கலெக்ட் பண்ணுது. ஆடியன்ஸ் எப்போ அந்த ஒரு கொமர்ஷியல் டெம்ப்ளேட் படங்க அவங்க மிஸ் ஆயிடுச்சுன்னு தான் புரியுது அந்த படத்தோட கலெக்ஷன் ட்ராக் ஆகும்போது. இந்த கொமர்ஷியல் என்டர்டெய்னரோட அந்த டெம்ப்ளேட் அதை பற்றி நீங்கள் என்ன நினைக்கிறீங்க? நான் என்ன நினைக்கிறேன்னா அப்படி கிடையாது. தமிழ் ஆடியன்ஸ் வெறும் கமர்ஷியல் படம் தான் ரசிப்பாங்கன்னு கிடையவே கிடையாது. ஏன்னா நான் ஒரு சிம்பிள் எக்ஸாம்பிள் கொடுக்குறேன். மஞ்சுமல் பாய்ஸ் பார்த்தீங்களா, தமிழ்நாடுல எவ்வளோ கலெக்ஷன் பண்ணுச்சு, ரைட்? ஸோ அது தாண்டி மூவிஸ் லைக் அறம், அப்புறம் சூர்யா சார் ஒரு படம் வந்தது இல்லை இப்போ லாயரா நடிச்சாங்க, ஜெய்பீம் ஓடிடி ரிலீஸ். கரெக்ட். ஸோ இந்த மாதிரி மூவிஸும் கொண்டாடுறாங்க தமிழ் ஆடியன்ஸ். போர் தொழில் ஒரு மூவி, போர் தொழில், அந்த படம் அவ்வளோ கொண்டாடுறாங்க. ஸோ அதில் எந்த ஒரு டான்ஸ் நம்பர் இல்லை, எந்த ஒரு பெரிய கமர்ஷியல் கண்டென்ட் இல்லை, ஆனால் கதை இம்பார்ட்டன்ட், கதை நல்லா இருக்குன்னு சொல்லிட்டு. തമിഴ്നാട്ടിലെ സിനിമയാണ് അവർ ജീവിത എക്സാക്ട്ലി ഏത് സിനിമയും പോയി കാണും, ഏത് സിനിമ അവർക്ക് എല്ലാം എല്ലാ തിയേറ്ററും ഫുള്ളായിരിക്കും. ഏത് പടമാണ്, ആര് നായകനോ നായകനൊന്നുമില്ല, എല്ലാ ഫിലിമും പോയി കാണുന്നവർക്ക് തമിഴ്നാട് മുതൽ நல்ல படம் இருந்ததுன்னா கண்டிப்பா கொண்டாடுவாங்க. ஸோ இட்ஸ் நாட் தட் கமர்ஷியல் மூவிஸ் தான் கொண்டாடுவாங்க, ஸ்டோரினாலே. ஏன்னா இன்னைக்கு தமிழ் ஆடியன்ஸும் ரொம்ப அட்வான்ஸ் ஆயிட்டாங்க. ஏன்னா இன்னும் மலையாள மூவிஸ் தான் நிறைய கன்சியூம் பண்றாங்க அங்க, ரைட்? சோ அது മലയാള സിനിമ നല്ല ஆமா, தமிழ்ல அவ்ளோ ஹிட் ஆகுது மலையாள மூவிஸ். അവിടെ പറയും മലയാള സിനിമ അടിപൊളി, നമ്മൾ ഇവിടെ തമിഴ് സിനിമ അടിപൊളി. கரெக்ட் கரெக்ட் கரெக்ட், யூ ஆர் ரைட். அது கிவ் அண்ட் டேக் பாலிசி, கிவ் அண்ட் டேக் மாதிரி ஆயிடுச்சு. ஸோ அதனால இவ்வளோ அட்வான்ஸ் ஆயிட்டாங்க. ஸோ அவங்களுக்கும் நிறைய நல்ல நல்ல கதை தேவைப்படுது. அந்த யூஷுவல் ஃபார்மேட் இஸ் நாட் ஒர்க்கிங் ഔട്ട് ഈവൻ ഇൻ തമിഴ് സിനിമ. പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ് ആ ഫോർമാറ്റിന്റെ കാര്യം എനിക്ക് മനസ്സിലായി, ടെംപ്ലേറ്റിന്റെ കാര്യം മനസ്സിലായി. ബിക്കോസ് ഇപ്പം നമ്മൾ നമ്മുടെ കൾച്ചറിന്റെ ഭാഗം തന്നെയാണ് സിനിമ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം തമിഴ്നാടിന്റെ കൾച്ചർ എടുക്കുന്നു, പൊങ്കലിന് അവർക്ക് സിനിമ കാണണം, ഏത് സൂപ്പർ സ്റ്റാറിന്റെ പടമാണ്, അതിന് ആ പറഞ്ഞ ഒരു ഫോർമാറ്റ് അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ദീപാവലിക്ക് ഒരു സിനിമ, ദീപാവലി, പൊങ്കൽ, എനി ബിഗ് ഇവന്റ്. വാരിസ് എന്ന് പറഞ്ഞ വിജയുടെ ഫിലിം അന്ന് റിലീസ് ആകുമ്പോൾ ഞാൻ അതിന് മുമ്പുള്ള PR വർക്ക് കാണിച്ചു, വാരിസ് എന്ന് പറഞ്ഞാൽ പണ്ട് വിജയ് ചെയ്ത പോലത്തെ ഫാമിലി മൂവിയാണെന്ന് വിശ്വസിച്ചിരുന്നത്. അതെ, പക്ഷെ വന്നപ്പോൾ അവർക്ക് ആ ടെംപ്ലേറ്റ് ഫോളോ ചെയ്യേണ്ടി വന്നു. അത് ആ സിനിമയുടെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. ബിക്കോസ് അവർ ആഗ്രഹിച്ച ആക്ഷൻ സ്റ്റാർ വിജയെ കാണാൻ പറ്റും. പക്ഷെ എന്നെ അട്രാക്ട് ചെയ്ത വാരിസിന്റെ പോയിന്റ് അതായിരുന്നു. പണ്ട് വിജയ് ചെയ്തിരുന്ന ഇപ്പോൾ സിനിമകളിലെ പോലത്തെ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിരിക്കുന്ന ആണ്. പക്ഷെ എങ്കിലും ഓഡിയൻസ് അവിടെ അത് ആ ടെംപ്ലേറ്റ് വർക്ക് ആവാത്തതുകൊണ്ടാണ് അവർ ആഗ്രഹിച്ച് കിട്ടി. ഈ ടെംപ്ലേറ്റ് ഇപ്പം നമുക്കൊരു ക്രിസ്മസ് പടം വരുമ്പോൾ, നമുക്കൊരു ഓണം സിനിമ വരുമ്പോൾ നമുക്കും അങ്ങനെ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുള്ളതാണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ഇത്തരം മറ്റു സിനിമകളും ഈ ക്വാളിറ്റി മൂവീസും വേണം. നമ്മുടെ സിനിമ ബെസ്റ്റ്, നമ്മൾ കടത്തൊക്കെ വിജയുടെ ഈ സുഹൃത്തുക്കളെ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ബെസ്റ്റ് ഫ്രണ്ട്സുകളൊക്കെ. അവർ ബെസ്റ്റ് ഫ്രണ്ട് അതൊക്കെ വന്നു ചേരുന്നതല്ലേ പലപ്പോഴും ജീവിതത്തിൽ. അങ്ങനെ വന്നു ചേർന്ന ഒരു സുഹൃത്തിനെ പറ്റി പറയാൻ പറ്റുമോ? ഒരുപാട് സുഹൃത്തുക്കൾ വന്നു ചേർന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും പെട്ട് നിൽക്കുമ്പോൾ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരില്ലേ. വിശദീകരിക്കോ? ഞാൻ ഒരു ട്രെയിൻ യാത്രയിലിടയിൽ ഞാൻ പെട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്തു, സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം അയാൾ എവിടെ പോയെന്ന് പോലും എനിക്കറിയാറില്ല, പിന്നെ വിളിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് നമ്മുടെ സുഹൃത്താണ്. ഇത് കണ്ടിന്യൂ എനിക്ക് പറ്റിയില്ല, അദ്ദേഹം കോൺടാക്ട് ഇല്ലാതായി. കാരണം നമ്മൾ ചെറുതായി പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ ഒന്ന് സഹായിക്കുന്ന ആൾക്കാർ, ദൈവദൂതന്മാരെ പോലെ വരുന്ന ആൾക്കാരില്ലേ, അല്ലേ? അങ്ങനെ നമ്മൾ അതാണ് ബെസ്റ്റി എന്ന് പറയാം, അല്ലെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇന്ററാക്ട് ചെയ്യണത് എൻ്റെ അമ്മേനോടാണ്. എൻ്റെ ബെസ്റ്റിയാണ് എൻ്റെ അമ്മ. എൻ്റെ ഉമ്മനോട് പറയാത്ത ഒരു കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ വിളിച്ചു പറയാം. എൻ്റെ ഭാര്യനേക്കാളും കൂടുതൽ എൻ്റെ അമ്മേനെ വിളിച്ച് ഞാൻ പറയുന്നത്. എൻ്റെ ഉമ്മ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഫാദർ അധികം സംസാരിക്കത്തില്ല എന്നോട്. അല്ല, ഫാദറിനെ വിളിച്ച ഉമ്മച്ചയോട് കൊടുക്കാന്ന് പറയും. കാരണം ഞാൻ പുള്ളിക്കാരായിട്ട് ഏറ്റവും ഇന്ററാക്ട് ചെയ്യും. കാരണം എന്തുണ്ടെങ്കിലും ഞാൻ പറയും, ഞാൻ ഇവിടെയാണ്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്. പുള്ളിക്കാരായിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് എൻ്റെ മക്കളെക്കാളും അല്ലെങ്കിൽ എൻ്റെ വൈഫിനേക്കാളും കൂടുതൽ ഞാൻ പുള്ളിക്കാരോട് പറയും. അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ബെസ്റ്റി ആയിരിക്കാം. അത് അങ്ങനെ പോകുന്നൊരു സംഭവങ്ങളാണ്. നമുക്ക് ആരും ബെസ്റ്റി ആകാമല്ലോ. ഇപ്പം മഞ്ഞുമൽ ബോയ്സിൽ ഉൾപ്പെടെ കണക്ട് ആയ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു ഇമോഷൻ ഉണ്ടല്ലോ. അതായത് ഒരു രക്തബന്ധമല്ലാതെ രക്തബന്ധത്തേക്കാൾ അടുപ്പം തോന്നിക്കുന്ന അത്ര അതിനേക്കാൾ സ്ട്രോങ് ആയി മാറുന്ന ബന്ധങ്ങൾ, അങ്ങനെയാണല്ലോ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അങ്ങനത്തെ ഒരു എലമെന്റ് ബെസ്റ്റിൽ എത്രമാത്രം എക്സ്പ്ലോർ ആവുന്നുണ്ട്?
ഡയറക്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കും. കാരണം ബെസ്റ്റി സിനിമയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് പോകുന്നുണ്ട്. കുറെ കാരണം ഈ സിനിമയിൽ അഭിനയിച്ച് വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ബെസ്റ്റീസായി. ഞാനും സാക്ഷിയും ഭയങ്കര ബെസ്റ്റിയാ. ഇവര് കണക്ഷൻ. ഇതിന്റെ രഹസ്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. നായികയുണ്ട്, വേറെ ശ്രാവണുണ്ട്. അപ്പൊ കുറെ കളികളുണ്ട് ഇതിനകത്ത്. ഗോകുലുണ്ട്, അമ്പിയുണ്ട്, ജാഫറിക്ക ഉണ്ട്, സുരേഷ് കൃഷ്ണനുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഒരുപാട് വലിയ ഹീറോസ് അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടെ ഒരു പോയിന്റിൽ നിൽക്കാനുണ്ട്. മെയിൻ പോയിന്റിൽ നിൽക്കാനുള്ള എല്ലാവർക്കും അവരുടെ ഞാൻ നായകനെന്നോ ഷെയ്ൻ നായകനോ അങ്ങനെയല്ല. എല്ലാവർക്കും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട്. അവരുടെ വർക്ക് കറക്റ്റായിട്ട് ആ റൂട്ടിങ്ങിന് പോകുന്ന ഒരു സാധനം അത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ നായകനാണോ വില്ലനാണോ വിഷ്ണുവിന് പറയാൻ പറ്റത്തില്ല. ഷെയ്ൻ വില്ലനാണോ നായകനാണോ സാക്ഷിയാണോ ഇത് എന്താ പരിപാടി എന്ന് പറയാൻ പറ്റത്തില്ല. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഗോകുലുണ്ട്, നമ്മുടെ ഗോകുൽ. അപ്പൊ അയാൾ വില്ലനാണോ നായകനോ ഒന്നും ആർക്കും പറയാം. നല്ലൊരു റൂട്ടിപ്പോ നല്ല രസമുള്ളൊരു സാധനമാണ്. നമ്മൾ പൊക്കി പറയാമല്ലോ നമ്മുടെ പടത്തിനെ പൊക്കി. അത് പ്രേക്ഷകർ കണ്ടിട്ട് തീരുമാനിക്കേണ്ടതാണ്. കാരണം ഞാൻ DNA കഴിഞ്ഞിട്ട് ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു സാധനമാണിത്. നമ്മുടെ ഡയറക്ടർ ഷാനു സമദ് அவரோட எக்ஸ்பிளனேஷன் எந்த மாதிரி இருக்கும்? இதுதான் என் ஷார்ட்டு, எனக்கு இதுதான் மட்டும்தான் வேணும், அதுவா இல்லை அந்த ஸ்டோரியை சர்ஃபஸில் சொன்னி நீங்கள் பெர்ஃபார்ம் பண்ண எப்படி இருக்கு? ஸ்டோரி எனக்கு ஃபஸ்ட்டு நரேட் பண்ணது ரெனி மேம், நம்ம பென்சி ப்ரொடக்ஷன்லேருந்து. ஸோ ஃபோனில் எனக்கு அவங்க போன நவம்பரே நரேட் பண்ணிட்டாங்க. ஏன்னா ஃபர்ஸ்ட் நாங்கள் 2 பேர் ஒரு படம் நடிச்சிட்டு இருக்கும் போது கேஸ் டைரிஸ் அந்த ஷூட்டிங்கில் எனக்கு நரேட் பண்ணிட்டாங்க இந்த ஸ்டோரி. பட் ஆப்வியஸ்லி ஸ்டோரி டெவலப் ஆகும், இவால்வ் ஆகும். ஒரு 1 லைனாக சொன்னாங்க. டீட்டெயிலாக ரெனி மேம் தான் ஃபோனில் ஃபுல்லாக நரேட் பண்ணாங்க. அதுக்கப்புறம் ஸ்பாட்டில் வந்துட்டு கண்டிப்பாக டைரக்டரோட விஷன் தெரிஞ்சுக்கணும்ல. ஸோ நான் டைரக்டர் கிட்ட கேட்டேன், ஷானு கிட்டே ஒரு வாட்டி எனக்கு உங்கள் பாயிண்ட் ஆஃப் வியூலேருந்து சொல்லுங்கள். அவங்க ரொம்ப சிம்பிளாக டீட்டெயிலாக ஒரு விஷயம் சொன்னாங்க. இது மாதிரி தான் ட்ராவல் ஆகும், இதுதான் உங்களோட கேரக்டர், இப்படி அதை நான் சொல்ல முடியாது, பட் ஓகே இப்படின்னு சொல்லிட்டாங்க எனக்கு. ஆனால் ஸ்பாட்டில் அவங்க எப்போவுமே ஓகே இதுதான் சீன், இதுக்கு மேலே வாட் எவர் யூ வாண்ட் டு டூ யூ கேன் டூ. ஸோ அந்த ஸ்கோப் ஃபார் இம்ப்ரூவைசேஷன் இருக்குல்ல, அந்த ஃப்ரீடம் கொடுக்குறாங்க ஆக்டர்ஸ்க்கு. நான் இப்படி தான், இதுதான் டயலாக், இதுதான் எக்ஸ்பிரஷன், அப்படியெல்லாம் கிடையாது. ஏன்னா நேச்சுரல், இட் ஹேஸ் டு பி நேச்சுரல், ரைட்? இட் ஹேஸ் டு பி கோயிங் வித் த ஃப்ளோ. ஸோ அந்த ஸ்கோப் கொடுக்குறனால இட் வாஸ் வெரி வெரி கம்ஃபர்டபுள் ஃபார் மீ. எனக்கு அவ்வளோ லைக் உள்ளே வந்து ஒரு விஷயம் மைக்ரோ மேனேஜ்மெண்ட் பண்ணாமல் സിമ്പിളാ ജാലിയാ എടുത്തോ ഷൂട്ട്. സോ നല്ല പോച്ച്. അഷ്കർ, ഇപ്പോൾ നായക നടന്മാർ കാണിക്കുന്ന വല്ലാത്തൊരു ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് മാർക്കോ എന്നുള്ള സിനിമ എടുക്കുകയാണെങ്കിൽ ഉണ്ണിമുദ്രൻ ഓരോ എലമെന്റിലും ഓരോ ഘട്ടത്തിലും ഇപ്പോൾ റീ റെക്കോർഡിങ്ങിൽ തുടങ്ങി പ്രൊഡക്ഷനിൽ തുടങ്ങി എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റും അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പും നമ്മൾ കാണുന്നുണ്ട്. സമാനമായി ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ പ്രൊജക്ടുകൾ അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിന്റെ ഫസ്റ്റ് അനൗൺസ്മെന്റ് തൊട്ട് അഷ്കറിന് ആ വിധത്തിലൊരു ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ ബെസ്റ്റിയെ സംബന്ധിക്കുകയാണെങ്കിൽ അതിന്റെ 1 ലൈൻ തൊട്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ പ്രൊഡക്റ്റ് വരെയുള്ള ഉത്തരവാദിത്വ ബോധം അങ്ങനെയുണ്ടോ? ഉത്തരവാദിത്വ ബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും എല്ലാ മേഖലയിലും സംസാരിക്കുമല്ലോ. ഇപ്പൊ ബെസ്റ്റിയെ മാത്രം വെച്ചൊന്ന് പറയാമോ? ബെസ്റ്റിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ വായിച്ചില്ല. നല്ല ഉത്തരവാദിത്വം. ഞാൻ വായിച്ചില്ല. ഡയറക്ടറിനെ വിളിച്ച് നീ വായിച്ചില്ലല്ലേ? അപ്പൊ ഞാൻ വേറെ ഒന്നുമില്ല, വായിച്ചു. പിന്നീട് വായിച്ചു, നമ്മൾ നോക്കി. ഞാൻ തലേന്നിരുന്ന് പഠിക്കൽ പരിപാടി പ്രശ്നമാണ്. ഞാൻ സ്പോട്ടിൽ പോയിട്ട് സ്ക്രിപ്റ്റ് ഇതാണ്, ഡയറക്ടർ പറയുന്നതാണ്, അതിനാണ് ഞാൻ വഴക്ക് കേട്ടോണ്ടിരിക്കണം, തെറ്റിക്കുകയോ ചെയ്യണ്ടല്ലോ. അപ്പോൾ നീ ഇന്ന് പഠിച്ചില്ലല്ലോ, അതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഇൻവോൾവ് ചെയ്യണം, നല്ല കാര്യമാണ്. കാരണം ഏറ്റവും സെറ്റ് ഇൻവോൾവ് ചെയ്യുക. കാരണം ഒരു പടത്തിന് വേണ്ടി, കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ പടത്തിന് വേണ്ടി ഞങ്ങളുടെ പ്രൊഡ്യൂസറാണ്. പുള്ളിയാണ് ഡയറക്ടറെ വിളിച്ചപ്പോഴും ചോദിക്കുക ആ ഷോട്ട് എന്തായി, മറ്റേന്തായി, അതാണ്. പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ഉണ്ടായിരുന്നത്. ഈ പ്രൊഡ്യൂസർക്കാണ് ഈ പടം ഏറ്റവും കൂടുതൽ. ഞങ്ങൾ ആർട്ടിസ്റ്റ് ഞങ്ങൾ വർക്ക് ചെയ്തത് കാരണം നമ്മുടെ ഡയറക്ടർ പറയുന്നു ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, നമ്മൾ പ്രൊഡ്യൂസർ വിളിച്ച് പറയുകയാണ് എന്തായി. കാരണം നമുക്ക് നമ്മുടെ ജോലി ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നമ്മൾ ജോലി, നമ്മൾ ഇതിനു വേണ്ടിയല്ലേ കഷ്ടപ്പെട്ട സിനിമയിൽ എത്താൻ വേണ്ടി. അപ്പൊ എല്ലാവരും ഇൻവോൾവ് ആയി. മാർക്കോ സിനിമയിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതെ, ഞാൻ പറയാം, എല്ലാവരും അതിൽ ഇൻവോൾവ് ആയി. ഇപ്പോൾ ഈവൻ മമ്മൂക്ക വരെ എല്ലാവരും, എല്ലാ ആർട്ടിസ്റ്റും അവർ ചോദിക്കും ഓരോ ഇതെന്താണ്, അതെന്തായി, എവിടെയായി. ഞാൻ 1 മണിക്ക് രാത്രിയൊക്കെ വിളിച്ചു ചോദിക്കും, ഞാൻ ഇന്ന് ചെയ്തത് ശരിയായിരുന്നോ? ഡയറക്ടറെ വിളിച്ചു ചോദിക്കും. എനിക്ക് ഉറക്കമൊന്നും ഇല്ലടാ. ഡയറക്ടർ പകല് വഴക്കിട്ടിട്ടായിരിക്കും പോണത്. പുള്ളി അറിയത്തില്ല ഞാൻ വഴക്കുന്നത്. ഞാൻ വേണമെങ്കിൽ പോകും, പുള്ളി അറിയത്തില്ല. എന്നെ വഴക്കൊക്കെ പറയും, കറക്റ്റായിട്ട് നീ ഇതാണ്. ഞാനൊരു പിണങ്ങിയൊക്കെ മാറിയിരിക്കും. എന്നിട്ട് പിന്നെ അടുത്ത ഷോട്ടിൽ വിളിക്കും. ആ പുള്ളി പിണക്കം അറിയാനില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ദേഷ്യപ്പെട്ട് അഭിനയിപ്പിക്കാൻ പറയും. കാരണം പുള്ളിയാണ് എൻ്റെ ആ ക്യാരക്ടർ എനിക്ക് അങ്ങനെ ആക്കി തന്നത്. ആ ഡയറക്ടർ ഷാനു സമദ്, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരണം
ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യാത്തൊരു കഥാപാത്രമാണ്. എന്നെ കൊണ്ട് ഇങ്ങനെ വേണം, ഈ സാധനം വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തു. അത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹത്തോട്, പ്രൊഡക്ഷൻ സൈഡിൽ. കാരണം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൂടെ എന്നെ കട്ടയ്ക്ക് നിന്നത് ഷാനു, ഷെയ്ൻ കൂടെ നിന്നു, സാക്ഷി കൂടെ നിന്നു, എൻ്റെ കൂടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാമിലി പോലെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്. കാരണം അത്രത്തോളം എൻജോയ്മെന്റ് ചെയ്തത്. കാരണം ഇത് നമ്മൾ കാണാത്തൊരു മേഖലയാണ്, വേറൊരു മേഖലയാണ്, വേറൊരു തലത്തിലുള്ള കഥാപാത്രങ്ങളും കഥകളും കഥയും. കാരണം ആരും പറയാത്തൊരു കഥയാണ്.